അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷനിൽ ഐ വിൽ ഗീവ് റെസ്റ്റ് ടു യു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം, സ്വസ്ഥത തരാം എന്നാണ് ആ വാക്യത്തിൻ്റെ ഉള്ളടക്കം. നമ്മൾ ഒരു വലിയ യാത്രയിലാണ്. ആ യാത്രയിൽ നാം എല്ലാവരും അധ്വാനിക്കുന്നവരാണ്, ഭാരം ചുമക്കുന്നവരാണ്. ആ യാത്രയിൽ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല സുഹൃത്ത് നമുക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കൈത്താങ്ങുന്ന, നമ്മളെ ഒന്ന് പിന്തുണയ്ക്കുന്ന ആരെങ്കിലുമൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ ജീവിതം കുറച്ചും കൂടെ ഈസി ആയേനെ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ബൈബിളിൽ ഒരു പ്രസക്തമായ ഒരു ചോദ്യം ന്യായശാസ്ത്രി യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? അതിന് യേശുക്രിസ്തു പറഞ്ഞത് ഒരു കഥയാണ്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ അവൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ആ മനുഷ്യനെ അവർ ആക്രമിച്ചു, അവനെ വിവസ്ത്രനാക്കി വഴിയിൽ ഇട്ടേച്ചു പോന്നു. ആ മനുഷ്യൻ്റെ അരികിലൂടെ ഒരു പുരോഹിതൻ കടന്നുപോയി, ഒരു ലേവിയൻ കടന്നുപോയി. പക്ഷേ അവരാരും അവരുടെ യാത്ര അവിടെ നിർത്തിയില്ല. അവനെ കണ്ടിട്ടും കാണാതെ നടന്നു നീങ്ങി. പിന്നാലെ ഒരു ശമരിയക്കാരൻ അവൻ്റെ യാത്രാമധ്യയിൽ അവിടെ നിന്നു. ഈ ഒരു കഥയെക്കുറിച്ച് മാർട്ടിൻ ലൂതർ കിങ് എഴുതിയ ഒരു നല്ല സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ മലയാളം വിവർത്തനം ഇങ്ങനെയാണ്: ഒരു പക്ഷേ പുരോഹിതനും ലേവ്യനും ചിന്തിച്ചിട്ടുണ്ടാകാം, എൻ്റെ യാത്രയിൽ ഞാൻ ഇവന് വേണ്ടി നിർത്തിയാൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? പക്ഷേ ആ ചോദ്യം ശമരക്കാരൻ തിരിച്ചു ചോദിച്ചു, എൻ്റെ യാത്രയിൽ ഞാൻ ഇവനെ കണ്ട് നിർത്തിയില്ലെങ്കിൽ ഇവനെന്ത് സംഭവിക്കും? പലപ്പോഴും ആ ഒരു വേളയിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട ആ മനുഷ്യൻ അനുഭവിച്ച 3 പ്രയാസങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ടാകാം. ശാരീരികമായ പ്രയാസം, മാനസികമായ പ്രയാസം, സാമ്പത്തികമായ പ്രയാസം. എന്നാൽ ഈ 3 പ്രയാസങ്ങളും ഒരു പരിചയവുമില്ലാത്ത, ഒരു സുഹൃത്തു പോലുമല്ലാത്ത ഒരു വഴിപോക്കൻ അവന് വേണ്ടി തീർത്തു കൊടുത്തപ്പോൾ ആ മനുഷ്യന്, ആ ശമരിയക്കാരൻ നല്ലൊരു കൂട്ടുകാരനായതുപോലെ അവൻ്റെ വഴിയാത്രയിൽ അവൻ സമ്പാദിച്ച ആ സ്വത്തിൻ്റെ ഒരു പങ്കും കൂടാതെ ഒരു വാഗ്ദാനവും, ഞാൻ മടങ്ങി വരുമ്പോൾ നിനക്ക് അധികം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ തന്നോളാം. ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നുണ്ടാവും അല്ലേ? എന്നാൽ അതുപോലെ റെക്കമെൻഡ് ചെയ്യുന്ന, അതുപോലെ പരിചരിക്കുന്ന, അതുപോലെ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു നല്ല കൂട്ടുകാരനുണ്ട്. ആ സുഹൃത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. ഞങ്ങൾ നിങ്ങളെ ആ ക്രിസ്തുവിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിക്കുകയാണ്. അവൻ്റെ ആ ഫേവർ, ക്രിസ്തുവിൻ്റെ ആ ഫേവർ, യേശുക്രിസ്തുവിൻ്റെ ആ കരുണ, ആ ദയ, അവൻ നിങ്ങൾ ഓരോരുത്തരെയും തേടി വരും. നിങ്ങളുടെ വഴിയാത്രയിൽ അവൻ നിങ്ങളെ കണ്ടിട്ടും കാണാതെ പോവുകയില്ല. സുഹൃത്തുക്കളെ, നിങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും, നിങ്ങളുടെ മുറിവുകളെ കെട്ടും. നിങ്ങൾക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും അവനൊരു റെക്കമെൻഡറായി, ഒരു അഡ്വൈസറായി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും.